ഹലോ വെൽക്കം ടു ലൈവ് സ്റ്റൈൽ മലയാളം. ഞാൻ കുറച്ച് നാളും മുന്നേ ഒരു വീഡിയോയില് അൽനോയിമിന്റെ 2 പെർഫ്യൂംസ് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തതിനെ പറ്റി ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു ആ പെർഫ്യൂംസ് ബ്ലെൻഡ് ചെയ്തപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയത് എന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോയില് ഞാൻ അതേപോലെ ബ്ലെൻഡ് ചെയ്ത വേറെ 2 പെർഫ്യൂംസ് പരിചയപ്പെടുത്താം. ഇതെന്തിനാ പരിചയപ്പെടുന്നത് വെച്ചാൽ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസിന് ബ്ലെൻഡ് ചെയ്ത് നോക്കി എന്നുള്ളത്. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇത് പെർഫ്യൂം ആക്കിയെടുക്കുന്നത് ഒരിക്കലും നമ്മളെ ആ ഒരു പ്രൊഫഷണൽ വേലല്ല ഇത് ബ്ലെൻഡ് ചെയ്ത്, ജസ്റ്റ് നോർമൽ ഒരു പെർഫ്യൂം ബ്ലെൻഡിങ്. സാധാരണ നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ പെർഫ്യൂം ഗ്രേഡ് എത്തനോളും പിന്നെ ഓയിലും കൂടി മിക്സ് ചെയ്തെടുത്താണ്. പിന്നെ ഒരു ഇത്തിരി DPGയും ആഡ് ചെയ്തു. അപ്പം അതെന്തിനാന്ന് ചോദിക്കും ചിലർ, ജസ്റ്റ് ആഡ് ചെയ്തു എന്നുള്ളൂ. അപ്പം എന്തായാലും അതിൻ്റെ ഒരു പ്രൊഫഷണൽ സൈഡിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അത് ഞാൻ പിന്നീട് ഒരു എന്താ പറയുക ഒരു ടൈമിൽ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് പെർഫ്യൂം മേക്ക് ചെയ്യുക കാര്യങ്ങളൊക്കെ. സോ ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നുള്ളൂ. ഓക്കെ, ഇത് ഞാൻ ഡെലീഷ്യനെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തതാണ്. ഇത് ക്ലബ് ഡി നോയ് ഇൻറ്റൻസ് മാൻ അൽനോയിമിൻ്റെ കേട്ടോ. ഈ അൽനോയിമിൻ്റെ ക്ലബ് ഡി നോയ് ഇൻറ്റൻസ് മാൻ നല്ല നല്ല ഫ്രാഗ്രൻസ് ആണ്, നല്ല രസകരമായ ഫ്രാഗ്രൻസ് ആണ്. പക്ഷേ ഈ സാധനത്തിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് എന്താ വെച്ചാൽ, ഇതിൻ്റെ ഓയിൽ വാങ്ങിയ ആൾക്കാർക്ക് എല്ലാം തന്നെ ഇത് കിട്ടിയിട്ടുണ്ടാവുക ഇതിൻ്റെ റോളറിൽ ലീക്കായിട്ടാവും. ചില ആൾക്കാർ നമ്മൾ ലേറ്റർ സോറ് വായിച്ചിട്ട് തന്നെ നമ്മളെന്തോ അപരാധം ചെയ്ത പോലെ ഫോട്ടോ ഒക്കെ അയച്ചിട്ട് അതിൻ്റെ ഇടയിൽ നമ്മളെ ചീത്ത പറയും. ആക്ച്വലി ഇങ്ങനെ ബോക്സിൽ വരുന്ന പെർഫ്യൂംസ് നമ്മൾ തുറന്നു നോക്കാറൊന്നുമില്ല. അത് കമ്പനി എങ്ങനെ തരുന്നോ അങ്ങനെ അയക്കുന്നതല്ലേ. അപ്പോൾ അതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ആ പെർഫ്യൂമിൻ്റെ റോളർ കുറച്ച് ലൂസായിരുന്നു. അത് ആ ബാച്ച് മുഴുവനും അങ്ങനെ ആയിരുന്നു. പിന്നെ മാത്രമല്ല ആ ഓയിൽ ഒരു വിസ്കോസിറ്റി കുറവുള്ള പോലെയാണ് നമുക്ക് തോന്നുന്നത്. കുറച്ചൊരു ലൂസായിട്ട് ഒരു ഓയിലാണ്. അപ്പോൾ അത് കൊറിയർ അയക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ സാധനം അതിൻ്റെ ഉള്ളിലേക്ക് ഇത്തിരി ഡ്രോപ്പ് ആയിരുന്നു. ലൈറ്റ് ബ്ലൂ കളർ പോലെ കാണാൻ പറ്റും. അപ്പോൾ അത് ആരുടെയും മിസ്റ്റേക്ക് അല്ല, അത് അങ്ങനെയാണ് ആ കമ്പനി തന്നെ അങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവർ അത് മാറ്റി, എനിക്ക് തോന്നുന്നു ഫീഡ്ബാക്സ് കിട്ടിയതുകൊണ്ടായിരിക്കാം. പിന്നീട് ഇവിടെ ഒരു ടോപ്പ് ഇട്ടിട്ട് മറ്റേ റോളർ വേറെ ആയിട്ടാണ് വെച്ചു. പക്ഷേ ക്ലബ് ഡി നോയ് ഇൻറ്റൻസ് മാൻ എന്നുള്ള ഫ്രാഗ്രൻസ് പിന്നീട് കണ്ടതേ ഇല്ല. പഴയ സ്റ്റോക്ക് ചില ഷോപ്പുകളൊക്കെ ഇരിക്കാറുണ്ട്, ഹോൾസെയിൽ ഷോപ്പുകളിൽ. അപ്പോൾ ഞാൻ അവിടെയൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കാണാം ഈ ലീക്കായിട്ടിരിക്കുന്നത്. കാരണം ഇത് കണ്ടതിന് ശേഷം പിന്നെ നോക്കൽ തുടങ്ങിയതാണ്. അപ്പോൾ നമ്മൾ അവിടെ ലേറ്റർ സ്റ്റോറിലും നമ്മുടെ സിഗ്നേച്ചറിലൊന്നും പിന്നെ ആ സംഭവം സ്റ്റോപ്പ് ചെയ്തു. വെറുതെ കസ്റ്റമേഴ്സിന് ഇട്ടിട്ട് കസ്റ്റമേഴ്സ് എടുത്ത് നമ്മളത് എന്തോ ചെയ്തതാണെന്നുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു പ്രശ്നം വേണ്ട. ചിലർ ഞങ്ങൾക്ക് റീഫണ്ട് വേണമെന്ന് പറയും. അപ്പം നമ്മൾ ഇവിടുന്ന് ഞാൻ പറയാം അവരോടത്ത് അത് എന്നാൽ ആ പ്രൊഡക്റ്റ് റിട്ടേൺ അയക്കാൻ പറഞ്ഞേക്കാം. എന്നാൽ നമുക്ക് ഇവിടുന്ന് ആ കൊറിയർ ചാർജും മറ്റേ പ്രൊഡക്റ്റിൻ്റെ പൈസയും റീഫണ്ട് അയച്ചേക്കാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചിലർ അയച്ചെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആരെയും മിസ്റ്റേക്ക് അല്ല, ആ കമ്പനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ സാധനം നല്ല ഫ്രാഗ്രൻസ് ആണ്. ക്രീഡാവൻറ്റസിൻ്റെ ഒരു സ്മോക്കി ആൻഡ് ഫ്രൂട്ടി വൈബ് വരുന്നതാണ്. ഞാൻ ജസ്റ്റ് സ്പ്രെഡ് ആക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, എനിക്ക് ആ റോളർ അധികം ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിരുന്നില്ല. പക്ഷേ ഈ സ്പ്രേ ഇത് നല്ലോണം നിൽക്കുന്നുണ്ട് മാത്രമല്ല നല്ല ഫ്രാഗ്രൻസ്, നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രാഗ്രൻസ്. അപ്പോൾ എനിക്ക് തോന്നി ഇത് ചിലത് നമ്മളെ മൈൻഡിൽ ഓരോ കാൽക്കുലേഷൻസ് ഉണ്ടാവും. അങ്ങനെ എനിക്ക് അൽറിഹാബിൻ്റെ അവന്യൂ പെർഫ്യൂം ആക്കി നോക്കിയാലോ എന്നുണ്ട്. പക്ഷെ അവന്യൂ നമുക്ക് എൻ്റെ കയ്യിലുള്ളത് ഞാനവിടെ അങ്ങനെ ഒരു സ്റ്റോക്കായിട്ട് എടുത്ത് വെച്ചേക്കാണ്. കാരണം അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് ഫിനിഷ് ആയാലും പിന്നെ അത് ചിലപ്പോൾ വാങ്ങിക്കാൻ കിട്ടിക്കൊള്ളണമെന്നല്ല, എപ്പോഴും വരുന്നൊരു സാധനമല്ല. അപ്പോൾ അവന്യൂ ഞാൻ എൻ്റെ ഒരു മൈൻഡിലുള്ളൊരു സാധനമാണ്. അതേപോലെ പെർഫ്യൂം ആക്കിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. കാരണം നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്, അത്യാവശ്യം ഫ്രാഗ്രൻസ് നിൽക്കുന്നുണ്ട്. പിന്നെ അവന്യൂൻ്റെ തന്നെ പെർഫ്യൂം ഉണ്ട്, അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് കമ്പയറിങ് ടു അതിൻ്റെ ഓയിൽ വേർഷൻ. ബട്ട് നമുക്ക് അത് പെർഫ്യൂം ആക്കിയിട്ട് ഇത്രയല്ലേ ആവശ്യമുള്ളൂ. ജസ്റ്റ് ഇങ്ങനത്തെ പെർഫ്യൂംസ് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഈ ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന പെർഫ്യൂംസ് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ കാണുന്ന സ്ഥലത്ത് നമ്മുടെ ഇപ്പോൾ ഇതേപോലത്തെ ടേബിളിൽ എവിടെയെങ്കിലുമൊക്കെ വെക്കും. അതെന്തിനാ വെച്ചാൽ ഇടയ്ക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോണ വഴിക്കുന്നൊക്കെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കണമെന്ന് ഇങ്ങനെ ചാർജ് ചെയ്തിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വെറുതെ പുറത്തിറങ്ങണമെങ്കിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനാണ് ഇങ്ങനത്തെ സാധനങ്ങൾ ബ്ലെൻഡ് ചെയ്ത് എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇനി ഇത് പോളോ എക്സോട്ടിക് ആണ്. പോളോ എക്സോട്ടിക്ക എന്ന് പറഞ്ഞാൽ പോളോ ഡെലീഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെൽസി ഉണ്ടല്ലോ, അൽറിഹാബ് ചെൽസി എന്ന് കിട്ടുന്ന ഫ്രാഗ്രൻസ് തന്നെ. ബട്ട് ഒരു വ്യത്യാസം എന്താ വെച്ചാൽ ഒരു ഇത്തിരിയും കൂടി മൈൽഡറാണത്. നമ്മുടെ റെമി മാർക്കസ് ഷാലീസ് പെർഫ്യൂമായിട്ട് വളരെ സിമിലർ ആയിട്ട് ഇതിൻ്റെ ഫ്രാഗ്രൻസ് കിട്ടുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രാഗ്രൻസ് ആണ് ഷാലീസിൻ്റെ. അപ്പോൾ നല്ല പെർഫോമൻസ് ആണ്. ഇതും അങ്ങനെ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് എന്താ പറയുക, ഒരു 6+ hours ഒക്കെ ഇതിൻ്റെ ഫ്രാഗ്രൻസ് കിട്ടുന്നുണ്ട്. ഇതിങ്ങനെ പോളോ ഡെലീഷ്യനെ
പെർഫ്യൂം ആക്കിയത്. പക്ഷെ നമ്മുടെ അറ്റ്ലാന്റിക് ഒക്കെ ഉണ്ടല്ലോ ലേറ്റർ സോറിലുള്ള അത്രയും ആ രീതിയിലേക്കുള്ള ഒരു സ്ട്രെങ്ത് ഇതിനില്ല. ഷാലീസ് എന്ന് വരുന്ന പോലെ, അതായത് പോളോ ബ്ലൂവിന്റെ ഫ്രാഗ്രൻസിനെ ഒരു ഇത്തിരി ടോൺ ഡൗൺ ചെയ്തതാണ് ഷാലീസ് നമുക്ക് കിട്ടാറുള്ളത്. സാധനം ഒന്ന് തന്നെ, പക്ഷെ സ്ട്രെങ്ത് കുറവാണ്. അത് ഇവിടെയും അങ്ങനെ തന്നെയാണ്. അതായത് അറ്റ്ലാന്റിക് ഒക്കെ അപ്ലൈ ചെയ്താല്, ചെൽസി അപ്ലൈ ചെയ്താലൊക്കെ എന്താ വെച്ചാല് നല്ല രീതിയിൽ സ്പ്രെഡ് ആവും. അങ്ങനെ ഒരു സ്പ്രെഡ് ആവുന്ന ഒരു നേച്ചർ ഇതിനില്ല. പക്ഷെ ഇത് നല്ല നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്താൽ. മാത്രമല്ല കുറെ സമയം ഇതിന്റെ ഫ്രാഗ്രൻസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ രണ്ട് പെർഫ്യൂംസിന്റെ ജസ്റ്റ് ഇങ്ങനെ ഒരു വിശേഷങ്ങൾ പറഞ്ഞത് എന്തിനാ വെച്ചാല്, ഇപ്പൊ നിങ്ങൾക്ക് പെർഫ്യൂംസ് ഒക്കെ സ്വന്തമായിട്ട് ബ്ലെൻഡ് ചെയ്ത് നോക്കാം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ഇങ്ങനെ എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. വെറുതെ ഓയിൽസ് ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഹോൾസെയിൽ ഷോപ്പുകളൊക്കെ പോയാൽ അവർ പറയും ഇത്ര ML എടുക്കണം ഓയിൽ, എന്നാലേ ഹോൾസെയിൽ തരുള്ളൂ എന്നൊക്കെ പറയും. ഓബ്വിയസ്ലി അവർക്ക് അവരുടെ ബിസിനസ് ആണ്. അപ്പോൾ ഓയിലുകൾ എടുക്കാൻ പോകുമ്പോൾ നല്ല എക്സ്പെൻസീവ് ആവും. അവർ ഈസിയർ ആയിട്ടുള്ള ഒരു വഴി ഇതേപോലെ 6 ml 9 ml ഏതെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പെർഫ്യൂം ആക്കി നോക്കുക. ഇത് 9.9 ml ഓയിൽ, 30 ml ആണ് പെർഫ്യൂം. അപ്പോൾ 30 ml 9.9 എന്ന് പറഞ്ഞാൽ, അതായത് 10 ml എന്ന് പറഞ്ഞാൽ അത് വലിയ കോൺസെൻട്രേഷൻ ആയി, അറൗണ്ട് 33% ഓയിൽ. ഓക്കെ, അപ്പോൾ അത്രയും എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വലിയ കോൺസെൻട്രേഷൻ, ശരിക്കും അത്ര എടുക്കേണ്ട കാര്യമില്ല. അതിൽ കുറച്ചെടുത്താലും പെർഫ്യൂം നല്ല രീതിയിലൊക്കെ നിൽക്കും. അപ്പോൾ എന്തായാലും ഇത് ആക്ച്വൽ എങ്ങനെയാണ് ഒരു പെർഫ്യൂം ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പറയാം. ഓക്കെ, സോ എനിവേസ് ദാറ്റ്സ് ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.